കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതമായി 2.69 ലക്ഷം കോടി നൽകാൻ റിസർവ് ബാങ്കിന്റെ തീരുമാനം. കഴിഞ്ഞ വർഷം കൈമാറിയ 2.10 ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് ഇതോടെ മാറിമറിയും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 27.37% അധികം തുകയാണ് ഇത്തവണ കൈമാറുന്നത്. റിസർവ് ബാങ്കിന്റെ സെൻട്രൽ ബോർഡാണ് ബമ്പർ ലാഭവിഹിതം കൈമാറാൻ തീരുമാനിച്ചത്. ഇന്നലെ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ കൂടിയ RBI സെൻട്രൽ ബോർഡ് യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. കേന്ദ്രത്തിന് ധനക്കമ്മി നിയന്ത്രിക്കാനും ക്ഷേമ വികസന പദ്ധതികൾക്ക് പണം ഉറപ്പാക്കാനും റിസർവ് ബാങ്കിന്റെ ഈ പിന്തുണ വലിയ സഹായകമാകും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് 80ാം പിറന്നാൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ ജന്മദിനവും ആഘോഷിക്കുന്നത്. പതിവ് പോലെ ആഘോഷങ്ങളില്ലാതെയാണ് ഇത്തവണയും പിറന്നാൾ. മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ നാളെ 9 വർഷം പൂർത്തിയാക്കും. ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന മുഖ്യമന്ത്രി പദവിയിലിരുന്ന രണ്ടാമത്തെ നേതാവെന്നുൾപ്പെടെയുള്ള റെക്കോർഡ് കൂടിയാണ് മുഖ്യമന്ത്രി പൂർത്തിയാക്കുന്നത്. സംസ്ഥാന അതിർത്തിയായ മുത്തങ്ങയിൽ ചെക്ക് പോസ്റ്റിലൂടെ ലോറിയിൽ കടത്താൻ ശ്രമിച്ച 3495 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് പിടികൂടി. മുൻപ് 1 കിലോയിലേറെ കഞ്ചാവുമായി പിടിയിലായിട്ടുള്ള മാനന്തവാടി സ്വദേശിയായ സഫീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രി പതിവ് പരിശോധനയ്ക്കിടെയാണ് കർണാടകയിൽ നിന്ന് ലോറി എത്തിയത്. കാലിത്തീറ്റയാണെന്ന് പറഞ്ഞതിൽ സംശയം തോന്നിയ എക്സൈസ് പുറമേയുള്ള ചാക്കുകൾ മാറ്റി പരിശോധിച്ചപ്പോഴാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നത്. കാലവർഷം കേരള തീരത്തേക്ക് അടുക്കുന്നു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യത. സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഴ കനക്കാൻ സാധ്യതയുണ്ടെന്നും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ മൊബൈൽ ഫോൺ കയ്യിൽ കരുതുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. വോട്ടർമാർക്ക് മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കാനായി പോളിംഗ് സ്റ്റേഷന് പുറത്ത് സൗകര്യം സജ്ജമാക്കണം. തെരഞ്ഞെടുപ്പ് പരിഷ്കരണ നടപടികളുടെ ഭാഗമായാണ് ഈ തീരുമാനം. വോട്ടെടുപ്പ് ദിവസം രാഷ്ട്രീയ പാർട്ടികൾ ക്രമീകരിക്കുന്ന ബൂത്തുകൾ പോളിംഗ് സ്റ്റേഷന്റെ 100 മീറ്റർ പരിധിയിൽ പാടില്ല. ഈ പരിധിയിൽ പ്രചാരണവും വിലക്കിയിട്ടുണ്ട്. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെയും 1961 തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളിലെയും വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനമെന്നും കമ്മീഷൻ അറിയിച്ചു.